ഹായ് ഓൾ. അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു കട്ട്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാട്ടോ. കട്ട്ലേറ്റിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ തന്നെ കാരണം എന്നാലും ഞങ്ങൾ ഉണ്ടാക്കിയപ്പോ ഒന്ന് വീഡിയോ എടുത്താട്ടോ. വീഡിയോക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കട്ട്ലേറ്റ് കൊതിയന്മാര് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞാനിവിടെ 4 സവാളയും 4 പച്ചമുളകും ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇത് പൊടി പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ലോണം വഴന്ന് കിട്ടുന്നു വേണ്ട കേട്ടോ. ഇനി കരിവേപ്പില പൊടിയായിട്ട് എരിഞ്ഞിട്ട് കൊടുക്കണം. ഇനി ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ ചിക്കന് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിൽ അടിക്കണില്ലെങ്കിലും കൈകൊണ്ടൊന്ന് പിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ പിന്നെ റിസ്ക് ഉള്ള പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ മിക്സിയിൽ തന്നെ കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്. ക്രഷ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അരിഞ്ഞു പോയി ഗായ്സ്, ഇത്രയൊന്നും ആവണ്ട കേട്ടോ. ഇനി നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ചിക്കന് ഉള്ളി വാട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കട്ട്ലേറ്റിക്ക് മെയിൻ ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്താട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എൻ്റെ അടുത്ത് പൊട്ടാറ്റോ സ്മാഷർ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാനിവിടെ ഗ്ലാസ് വെച്ചിട്ട് തന്നെ കേട്ടോ ഉടച്ചെടുക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് റസ്ക് പൊടിയാണ്. റസ്ക് പൊടി ഇല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതായാലും മതി. മസാല നല്ല ലൂസാണെങ്കിൽ റസ്ക് പൊടി ചേർക്കാം. ഞാനിവിടെ കുറെ ഉരുളക്കിഴങ്ങ് എടുത്തോണ്ട് മസാല ലൂസാണ്. അപ്പൊ ഞാനിവിടെ കുറച്ച് റസ്ക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കട്ട്ലേറ്റിന്റെ ഷേപ്പിൽ പരത്തിയെടുക്കണം. ഇതിലേക്ക് ഈ ടൈമിൽ മല്ലിയില അരിഞ്ഞുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് റസ്ക് പൊടി ഒരു പാത്രത്തിൽ ഇട്ട് വെക്കണം. ഇനി നമ്മൾ ഈ മസാല കട്ട്ലേറ്റിന്റെ ഷേപ്പ് ആക്കി എടുക്കാം. ഇനി ഇത് നമ്മൾ മുട്ടന്റെ മിക്സിയിലൊന്ന് മുക്കിയിട്ട് റസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ചെയ്തെടുത്തിട്ട് വരാട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഓരോ കട്ട്ലേറ്റും തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ പണി. സിമ്പിൾ റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടവർ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ.